ആഘോഷങ്ങൾ ഏതുമാകട്ടെ BM സൂപ്പർ വാലിയോടൊപ്പം. മാത്രമല്ല, സ്കൂൾ തുറക്കുന്ന സീസണായാലും മറ്റ് ഏത് വീട്ടാവശ്യങ്ങൾക്കും BM സൂപ്പർ വാല്യൂവിൽ നിന്നും ഈ സ്കീമിലൂടെ പർച്ചേസ് ചെയ്യാം. BM സൂപ്പർ വാല്യൂ അവതരിപ്പിക്കുന്നു സ്പെഷ്യൽ ആഘോഷ പദ്ധതി. 250 രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാനുണ്ടോ? എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ആഴ്ചയിൽ 250 രൂപ വെച്ച് ഈ പദ്ധതിയിലേക്ക് അടയ്ക്കുക. അതിനൊപ്പം BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് തരുന്ന അടിപൊളി 1000 രൂപയുടെ ബോണസും. അതായത് നിങ്ങൾ അടച്ചത് 12,000 രൂപ, ബോണസ് അടക്കം കിട്ടുന്നത് 13,000 രൂപ. ഈ 13,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അങ്ങ് സ്വന്തമാക്കാം. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നീ ഹോം അപ്ലയൻസുകളാണോ ആവശ്യം? അതിനും പോം വഴിയുണ്ട്. അതിനായി പ്രത്യേക പ്ലാനുകളുണ്ട്. ഓണത്തിന് പുതിയ ഫാഷൻ ട്രെൻഡി വസ്ത്രങ്ങൾ വാങ്ങാനുള്ള പ്രത്യേക പ്ലാനുകളും BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു. ആകർഷകമായ ഈ പ്ലാനുകളെ കുറിച്ച് അറിയുവാനും ഈ പദ്ധതിയിൽ അംഗമാകാനും ഇപ്പോൾ തന്നെ സൂപ്പർ വാല്യൂവുമായി ബന്ധപ്പെടുക. റംസാൻ പ്രമാണിച്ച് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കരയിൽ 750 പേർക്ക് അരി കിറ്റും വസ്ത്രങ്ങളും ഖുറാനും വിതരണം ചെയ്തു. മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ മേഖലയിലും സമാനതകളില്ലാത്ത സേവനം കാഴ്ചവെക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയും HROCS-ഉം ഗ്ലോബൽ ട്രസ്റ്റും സംയുക്തമായി റംസാൻ മാസത്തോടനുബന്ധിച്ച് വിപുലമായ സഹായ പദ്ധതി സംഘടിപ്പിച്ചു. സംഘടനയുടെ 819ാമത് പ്രതിമാസ കിറ്റ് വിതരണത്തിന്റെ ഭാഗമായി ചേലക്കരയിലെ നാഷണൽ ഓഫീസ് പരിസരത്ത് വെച്ചാണ് ചടങ്ങുകൾ നടന്നത്. അർഹരായ 750ഓളം പേർക്ക് അരി കിറ്റുകളും റംസാൻ വസ്ത്രങ്ങളും ഖുറാനും വിതരണം ചെയ്തുകൊണ്ട് സംഘടന തങ്ങളുടെ കാരുണ്യ സ്പർശം ഒരിക്കൽ കൂടി വ്യക്തമാക്കി. ഇന്റർനാഷണൽ ചെയർമാൻ അംബാസഡർ ഡോക്ടർ മുസ്തഫ പട്ടാമ്പി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഈ റംസാൻ സമയത്ത് ഇത്രയും ആളുകള് നമ്മുടെ മാസം തോറും കൊടുക്കുന്നത് പോലെ തന്നെ ഈ വർഷം കുറച്ചും കൂടി വിപുലമായ രീതിയിൽ തന്നെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. എന്തായാലും ഒരുപാട് ആളുകൾ, അതാണ്ട് ഇപ്രാവശ്യം പിന്നെ പറയാൻ പറ്റാത്ത ഒരു വിഷയം എന്ന് പറയുന്നത്, പാലക്കാട് നടക്കം ഇവിടെ ആളുകൾ എത്തിയിട്ടുണ്ട്. പാലക്കാട്, ആലത്തൂര്, അങ്ങനെ അവിടെ നിന്നൊക്കെ കൊയ്ഞ്ഞാമ്പാറ വാൽക്കൊണ്ട് വിടുന്ന ആളുകൾ എത്തിയിട്ടുണ്ട്. വളരെ ശക്തമായ രീതിയിൽ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന മഹത്തായ ഒരു സംഘടന ഇവിടെ 10 വർഷക്കാലത്തോളം നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ സങ്കടകരമായ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് എല്ലാ മാസവും വീട്ടുകളിലേക്ക് എത്തിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ കൊടുത്തിട്ട് തന്നെ കൊടുക്കുന്നുള്ള പേരില്ല. അപ്പൊ ഇത് ഇത്രയും വിപുലമായ രീതിയിൽ കൊടുത്തിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലാണുള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മളൊരു കിറ്റ് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് നമ്മളെ പരിപൂർണമായിട്ടുള്ളൊരു വിശ്വാസം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എല്ലാവരും സഹകരണത്തോടു കൂടി മുന്നോട്ട് പോവുക. പിന്നെ ഉള്ളവര് ദയവ് ചെയ്ത് വന്ന് വാങ്ങാതിരിക്കുക. ഇല്ലാത്ത പാവങ്ങൾക്ക് മുൻഗണന കൊടുത്ത് അവരെ സഹായിച്ചുകൊണ്ട് ഈ സംവിധാനം വളരെ വിലപ്പെട്ടതായിട്ട് നിങ്ങൾ കണക്കൂട്ടുക. പിന്നെ ഇത് തികച്ചും ഒരു സൗജന്യമായ കിറ്റ് വിതരണമാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ നാസർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് പട്ടാമ്പി സ്വാഗത പ്രസംഗം നടത്തി. പാലക്കാട് ജില്ലാ സെക്രട്ടറി ഷമീന ആലത്തൂർ, തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് വത്സല, സുലൈമാൻ, കാളിയാറോഡ്, ഓഫീസ് സെക്രട്ടറി സ്വപ്ന, സ്റ്റാഫ് അംഗം അൻവർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നമസ്കാരം പ്രിയമുള്ളവരെ, ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയും അതിന്റെ കീഴിൽ HROCS ഗ്ലോബൽ ട്രസ്റ്റും നടത്തി വരുന്ന 819ാമത്തെ കിറ്റ് വിതരണം ഇന്ന് റംസാൻ മാസത്തിന് മുന്നിട്ടുകൊണ്ട് ചേലക്കര നാഷണൽ ഓഫീസിന്റെ പരിസരത്ത് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ജനസേവനമായ കാര്യമാണ് ഇന്ന് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മാസവും കൊടുത്തു വരുന്ന കിറ്റ് ഇപ്രാവശ്യവും അതുപോലെ തന്നെ മനുഷ്യാവകാശ ലംഘനത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഈ സംഘടന 10 വർഷക്കാലമായി ചേലക്കര മേഖലയിൽ സജീവമായ രീതിയിൽ തന്നെ നമ്മളിവിടെ പ്രവർത്തിച്ചു വരുന്നു. അതിന്റെ ഭാഗമായി 28 സ്റ്റേറ്റുകളിലും ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടന
HROCS എന്ന് പറഞ്ഞ് ലോകം മുഴുവനും അറിയപ്പെടുന്ന ജനസേവനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സംഘടന വളരെ വിലപ്പെട്ട രീതിയിലാണ് ജനങ്ങളെ സേവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, പാവപ്പെട്ട നിഷ്കളങ്കമായ അവകാശികളെ കണ്ടെത്തിയിട്ട് അവർക്ക് വേണ്ട നിർധനായ കുടുംബത്തിലേക്ക് മെഡിസിൻ മുതൽക്കൊണ്ടുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ HROCS ചെയ്തു വരുന്നുണ്ട്. ഈ ചേലക്കര മേഖലയിൽ തന്നെ പല ഭാഗങ്ങളിലായി ഒട്ടനവധി പാവങ്ങളെ രക്ഷാപ്രവർത്തനത്തിൽ കൂടി ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ കൂടി രക്ഷപ്പെടുത്താൻ ഒരുപാട് ആളുകൾക്ക് കഴിഞ്ഞു. മാത്രമല്ല, HROCS എന്ന് പറയുന്ന ഈ കുടുംബങ്ങൾ ഒരുപാട് ഇതിന്റെ ഭാരവാഹികൾ ഒരുമിച്ച് നിന്ന് തന്നെ ഇത് എല്ലാ മാസവും ചെയ്തു വരുന്നതാണ്. ഇനിയും HROCS ഓഫീസ് ഉള്ളിടത്തോളം കാലം ശക്തമായ രീതിയിൽ തന്നെ ജനസേവനം ചെയ്യുമെന്നും ഉറപ്പിച്ചുകൊണ്ട് ഇവിടെ വന്ന മുഴുവൻ സംഘാടകർക്കും അതുപോലെ തന്നെ ഈ വാങ്ങാൻ പാലക്കാട് മുതൽക്കൊണ്ട് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കെല്ലാം ശക്തമായ രീതിയിൽ തന്നെ നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു വരുന്നു. ഡോക്ടർ നസീമ മുസ്തഫ നന്ദി രേഖപ്പെടുത്തി. CCV ന്യൂസ് ചേലക്കര.